ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല അടിപൊളി ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നമ്മൾ പെരുന്നാളിന് വേണ്ടിയിട്ട് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് നമ്മൾ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മിക്സിയിലിട്ടിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ നമ്മൾ ഫസ്റ്റ് പൊരിക്കാൻ വേണ്ടിയിട്ട് പൊരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. മസാല ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കറുകപ്പട്ട അതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എന്നതിന് ശേഷം ആ ഒരു ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ നമ്മൾ സവാള ഒന്ന് വാട്ടിയെടുക്കണം. എന്നതിന് ശേഷം അതിലേക്ക് പച്ചമുളക് ചതച്ചത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് വാടിക്കഴിഞ്ഞതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് തക്കാളി നന്നായിട്ട് വാടണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്നതിന് ശേഷം ആ ഒരു പൊടിച്ച് വെച്ച മസാലപ്പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനാവശ്യമുള്ള ഉപ്പും മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് ഞാനല്ല ഉണ്ടാക്കുന്നത്, എൻ്റെ ഉമ്മയാണ് ഉണ്ടാക്കുന്നത്. ഇമ്മയുടെ സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ. ഇനി നമ്മൾ മസാലയൊക്കെ ഒന്ന് സെറ്റ് ആയതിന് ശേഷം നമ്മൾ തൈരൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ചിക്കനും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ചോറിനുള്ള പരിപാടിയൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഇതാ കണ്ട അടിപൊളിയായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ചോറ് എന്നുള്ള പരിപാടിയൊക്കെ നോക്കാം. ചോറ് നമ്മൾ ഊറ്റിയെടുക്കണ ആ ഒരു ഇതിലാട്ട വെക്കുന്നത്. അപ്പോൾ ഒരു ചെമ്പിൽ നമ്മൾ കറുകപ്പട്ട, ക്യാരറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അരിട്ട് കൊടുത്തിട്ട് ഊറ്റിയെടുക്കാണ്ട് ചെയ്യണത്. അപ്പോൾ ഇത് മസാല നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ദമ്മിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടിയിൽ കുറച്ച് മസാല ഇട്ട് പിന്നെ അതിൻ്റെ മേലേക്ക് ചോറ് ഒന്ന് ഊറ്റിയിടുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മേലേക്ക് ഇനി കണലിട്ട് കൊടുത്തിട്ട് ദമ്മാക്കി ഇടുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണി. എങ്ങനെയുണ്ട് കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.